എടോ, നിങ്ങളുടെ ഖുർആനകത്ത് മുസ്ലിം അല്ലാത്ത മനുഷ്യനെ കാണുന്നോടത്ത് വെച്ച് കൊല്ലണോന്നല്ലേ പറയണത്? നിങ്ങളുടെ ഇസ്ലാം എന്താന്ന് ചോദിക്കുന്നവനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ വരെ നമ്മുടെ മക്കൾ യോഗ്യരല്ലല്ലോ. എന്താ ചോദിക്കേണ്ടത്? എടാ, നിന്റെ അച്ഛൻ, നിന്റെ അപ്പൻ, നിന്റെ ചേട്ടൻ, നിന്റെ ചേച്ചി ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളിൽ ചെന്ന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നില്ലേ? അവിടെ നിന്നല്ലേ നിങ്ങൾ ഈ പണമൊക്കെ കൂടെ കൊണ്ടുവരുന്നത്? അറബികളുടെ പണമല്ലേ കൊണ്ടുവരുന്നത്? ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ വിദേശത്ത് പോയി പണിയെടുക്കുന്നവർ മുസ്ലിം രാജ്യങ്ങളിലാണ് പണിയെടുക്കുന്നത്. എടാ, നിന്റെ ചേട്ടനോ ചേച്ചിയോ അപ്പനോ അമ്മയോ ഈ മുസ്ലിം രാജ്യത്ത് ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷൻ കഴിയുമ്പോ നീ മുസ്ലിം അല്ല, നീങ്ങിക്കെന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച ഒരു സംഭവം ആകാശത്തിന്റെ താഴെ ഉണ്ടോ? ഇത് ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല, നമ്മുടെ മക്കൾ ചോദിക്കൂല. മുസ്ലിമിനാൽ മുശ്രിക്കിനെ കാണുന്നോടത്ത് കൊല്ലണമെന്ന നിയമമെങ്കിൽ അത് ഖുർആനിന്റെ വിധിയാണെങ്കിൽ ഒരൊറ്റ മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിമിന് കടക്കാൻ പറ്റുമോ? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ഈ സമുദായത്തിനല്ലേ? അല്ലേ? മുസ്ലിങ്ങൾ തന്നെയല്ലേ? ഏറ്റവും കൂടുതൽ സമ്പത്ത് ഈ സമുദായത്തിന്റെ കയ്യിലല്ലേ? ഇത് ചോദിക്കാൻ അറിയില്ല ബഹുമാനികളെ. അതിങ്ങനെ കേട്ടു, അതങ്ങനെ വിശ്വസിച്ചു, എന്നിട്ട് ഇസ്ലാമിനെ മോശമാക്കിക്കൊണ്ടിങ്ങനെ മുന്നോട്ട് ഇതൊന്നും പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും തയ്യാറല്ലാത്ത അവസ്ഥ. സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപകടങ്ങൾ നിങ്ങളുടെ ഖുർആനകത്തല്ലേടോ ഇത് പറയണെന്നാ ചോദിക്കണേ. ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും. ഇത് സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്താ. മുശ്രിക്കിനെ കാണുന്നോടത്ത് വെച്ച് കൊല്ലണം. ഇതല്ലേ നിങ്ങളുടെ ഖുർആൻ? ഇത് പഠിപ്പിച്ച പ്രവാചകനല്ലേ നിങ്ങളുടെ നബി? എന്നിട്ടാണോ നിങ്ങളെ ലോകത്ത് സാഹോദര്യം പറയണത്, നിങ്ങളിവിടെ ശാന്തി പറയുന്നത്, നിങ്ങളുടെ അനുകമ്പയും സാഹോദര്യവും പറയണത്? നിങ്ങൾക്ക് എന്ത് പറയാൻ അവകാശമുണ്ട്? ഒരു മുസ്ലിം അല്ലാത്തവനെ കണ്ടാൽ കണ്ടോടത്ത് വെച്ച് കൊല്ലണം. ഇത് ഈ പയ്യൻ സൂറത്ത് തൗബ എവിടെന്നെങ്കിലും മേടിച്ച് മറിച്ചു നോക്കുമ്പോൾ ഓക്കെ, 5-ാമത്തെ ആയത്ത് ഇവൻ പറഞ്ഞത് റെഡി തന്നെ. ഇതാണോ ഇസ്ലാം? നിങ്ങളുടെ പ്രവാചകനെ ജനിച്ച നാട്ടിൽ നിന്നും സ്വന്തം നാട്ടുകാരെ ആട്ടി ഓടിച്ചില്ലേ? അങ്ങനെയുള്ള നേതാവല്ലേ നിങ്ങളുടെ നേതാവ്? കറക്റ്റാണല്ലോ. 53-ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചില്ലേ? മദീനത്ത് പോയല്ലേ ജീവിച്ച്? ഇതൊക്കെ കറക്റ്റാണല്ലോ. അപ്പൊ ഇതെന്ത് ഇസ്ലാമാണ്? ഈ ഇസ്ലാം എനിക്ക് വേണ്ട, നേരെ മറിഞ്ഞു. എന്നാൽ ഈ സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ആ ഹുക്കുമ് മൻസൂഹ. ഇവിടെ ആലിമീങ്ങളായിരിക്കണവരൊക്കെ ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും എന്നുള്ള ഖുർആൻ ആയത്തിന്റെ വിധി അത് ദുർബലമാക്കിയതാണ്, ദുർബലമാക്കപ്പെട്ടതാണ്. ഓരോ കാലഘട്ടത്തിലും ഇറങ്ങിയ ആയത്തുകൾ എപ്പോഴും അങ്ങനെ നിൽക്കുകയല്ല. കള്ളൂടിനെ സംബന്ധിച്ച് ഖുർആൻ നോക്കിയാൽ കാണാം, വലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ. നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളുടിക്കരുത്. ആ ആയത്ത് നിലവിൽ ഖുർആനകത്തുള്ളതാണ്. പക്ഷെ അതിന്റെ നിയമം പ്രാബല്യത്തിലുണ്ടോ? ആ ആയത്തിന്റെ നിയമം ഇന്നമൽ ഖംറു വൽ മൈസുർ എന്ന് പറയുന്ന ആയത്ത് കൊണ്ടിട്ട് ദുർബലമായി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും കുടിക്കാമല്ലോ. നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രം കുടിക്കാതിരുന്നാൽ പോരെ? കഞ്ചാവ് എപ്പോഴും വലിക്കാം, നിസ്കരിക്കാൻ പോകുമ്പോൾ വലിക്കാണ്ടിരിക്കുക. ഇശാക്കാരൻ കൂടി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ബൂസായിട്ട് കിടക്കാം, സുബീക്കാരൻ വരെ ഒരു കുഴപ്പമില്ല. സുബീക്ക് ഇരിക്കാൻ പോകുമ്പോൾ കള്ളു കുടിക്കാണ്ടിരുന്നാൽ മതി. ആയത്തല്ലേ ഇപ്പൊ പറഞ്ഞത്? ഫലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ. നമ്മൾ ഇതിന്റെ വിധികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തലല്ല ഇവിടെ. ഇങ്ങനെ ഈ ആയത്തെടുത്തുകൊണ്ട് ശത്രു നമ്മുടെ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ആയത്തൊന്നും എടുത്തു നോക്കാൻ പാടില്ല എന്നാ ഞാൻ ചോദിക്കണേ. സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്തിൽ മുശ്രിക്കിനെ കാണുന്നോടത്തിൽ വെച്ച് കൊല്ലണം. ഇത് എപ്പോഴാണ് ആയത്ത് ഇറങ്ങിയെന്നറിയോ? സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ. ഇതാരും ആട്ടിപ്പായിച്ചതല്ല. ആട്ടിപ്പായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് മേടിക്കാമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികളെ തട്ടിപ്പറിക്കാമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ ഉപദ്രവിക്കാമെന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരത്തിനെ പിടിച്ചുപറിക്കാമെന്നും, ഇങ്ങനെയൊക്കെയല്ല ഒരാൾക്ക് നാട് വിട്ടു പോവുക. ഇതൊന്നും വേണ്ട. നിങ്ങളുടെ മക്കളെ വേണ്ട, നിങ്ങളുടെ സ്വത്ത് വേണ്ട, നിങ്ങളുടെ കൊട്ടാരം വേണ്ട, നിങ്ങളുടെ സ്വർണ്ണ മലകൾ വേണ്ട, നിങ്ങളുടെ ഒരു അധികാരവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഈ വിശ്വസിക്കുന്ന ഈ വികലമാകുന്ന വിശ്വാസത്തിൽ നിന്ന് പിന്മാറണേ പടപ്പുകളെ. ഇത് മാത്രമേ നബി പറഞ്ഞുള്ളൂ. നിങ്ങൾ വീടിന്റെ ഉള്ളിൽ പ്രത്യേകം റൂമുണ്ടാക്കി വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്ന ഈ സംവിധാനം നിങ്ങൾ ഒഴിവാക്കണേ. കഴുത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന രൂപങ്ങളെ നിങ്ങൾ മാറ്റിക്കളയണേ. കക്ഷത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവമാകുന്ന ദൈവത്തിനെ നിങ്ങൾ എടുത്തു മാറ്റണേ. ഇതെല്ലാം സൃഷ്ടികളാണ്, ഇതെല്ലാം കല്ലാണ്, മരമാണ്. ഇതിനൊന്നുമല്ല പൂജിക്കേണ്ടത്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ,
അല്ലദീ അൻസല ലക്കും മിനസ്സമായി മാ, ആകാശത്തുനിന്ന് മഴ ഇറക്കി തന്നവൻ. അല്ലദീ യുഹ്യീ വയുമീത്, നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ. നിങ്ങൾ വിത്ത് മണ്ണിലേക്കിട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുകയും മുളയുടെ അറ്റത്ത് വിളയുണ്ടാക്കി തരികയും ചെയ്ത് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതായ തമ്പുരാൻ അവനാണ് അള്ളാഹു, അവനാണ് ഇലാഹ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഉപദ്രവം സഹിക്കാൻ പറ്റാതെയായി. അപ്പോഴാ പടച്ചോമ്പരാന്റെ ഭാഗത്തുനിന്ന് സന്ദേശം, ഇവിടെ കിടന്ന് ഉപദ്രവമേക്കണ്ട, നാട് വിട്ടോ. അങ്ങനെയാ പോയത്. ഇതല്ല പറയുന്നത്. ആട്ടി ഓടിച്ച നബിയല്ലേ നിങ്ങളുടെ പ്രവാചകനെ സ്വന്തം ജന്മനാട്ടിൽ നിന്നും ജനിച്ച നാട്ടിലെ മറ്റ് പടപ്പുകൾ ആട്ടി ഓടിച്ചില്ലേ? ഓടിച്ചതല്ല, തന്നെ പോയതാ. ഇവരുടെ എല്ലാ സാന്നിധ്യത്തിൽ തന്നെ പോയത്. ചുറ്റും ജനങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു, അതിന്റെ ഇടയിൽ കൂടെ കടന്നുപോയ. അള്ളാഹു കടത്തിയതാണ്, ഓടിച്ചു വിട്ടതല്ല. ഓടിച്ചു വിട്ടതാണെങ്കിൽ പിന്നെ പുറകെ പിടിക്കാൻ വേണ്ടി ചെല്ലണോ? പുറകെ പിടിക്കാൻ വേണ്ടി പോയല്ലോ. പിടിച്ചോണ്ട് വരുന്ന ആൾക്ക് അന്ന് മക്കയിൽ കിട്ടാവുന്നതിന്റെ ഏറ്റവും വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചില്ലേ? അവനും പോയില്ലേ നബി തങ്ങളെ പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി? തങ്ങളെ പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവന്റെ കുതിര മണ്ണിന്റെ അടിയിലേക്ക് താന്നു പോവുകയാണ്. അവനും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവനും കൂടി കൂട്ടത്തില്. പാരിതോഷികം മേടിക്കാൻ അങ്ങോട്ട് പോയില്ല, ഈ കൂടെ കൂടി. ഇതല്ലേ യഥാർത്ഥ്യം? ഇതുപോലെ തന്നെയല്ലേ പരിശുദ്ധ ഖുർആന്റെ ഈ പ്രഖ്യാപനം? ഇങ്ങനെ നാട് വിട്ടതായ നബിത്തങ്ങൾക്ക് മദീനയിൽ ചെന്നപ്പോൾ അവിടെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നബിത്തങ്ങളുടെ കൂട്ടത്തിൽ വന്ന സഹാബാക്കളെ കാണുന്നോടത്ത് വെച്ച് ഉമാർ കൊല്ലാൻ തുടങ്ങി. അപ്പോഴാ ഫഖത്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും, ഇനി നിങ്ങൾ പ്രതികരിച്ചോ, നിങ്ങളെ കൊല്ലാൻ വരുന്നവരെ നിങ്ങൾ വിടണ്ട, തട്ടിക്കോ. അപ്പോഴാണ് ആ നിയമം വന്നത്. പിന്നീട് നിയമം തന്നെ തൊട്ടടുത്ത ആയത്തിലൂടെ ദുർബലപ്പെടുത്തുന്നത് അടുത്ത് കേൾക്കുന്നത്. ഇത് നമ്മുടെ മക്കൾക്ക് കേൾക്കാൻ മനസ്സില്ല, നമ്മുടെ മക്കൾ മനസ്സിലാക്കുകയില്ല. യുക്തിവാദി പറയുന്ന അഞ്ചാമത്തെ തൗബയിലെ അഞ്ചാമത്തെ ആയത്തെടുത്തിട്ട് ഇവൻ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താ, ഇങ്ങനെയുള്ള സദസ്സിലൊന്നും മക്കൾക്ക് വരാൻ താല്പര്യമില്ല, വിഷയങ്ങൾ കേൾക്കാനും പഠിക്കാനും താല്പര്യമില്ല. തൊട്ടടുത്ത ആയത്ത് ഇന്നഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫാജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് സുമ്മ അബ്ലഹു മാ മൻഹു എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധകൻ, അതാണ് അതിന്റെ അർത്ഥം. നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവനെ കശാപ്പിയാനല്ല പറയണേ, പിന്നെ അവന് നിങ്ങൾ അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാമല്ലാഹ്, അവൻ ഓടി വന്നേക്കോ, അതെ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്, എനിക്ക് രക്ഷ തരണേ, അഭയം തേടി വന്നിരിക്കുകയാണ്. അവന് അഭയം കൊടുത്താൽ മാത്രം പോരാ, അള്ളാഹുവിന്റെ കലാമിനെ അവനക്ക് കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അഭയം കൊടുത്തേക്കോൺ. എന്നിട്ട് പറയണ സുഹൃത്തെ, കാര്യം നിങ്ങൾക്ക് ഞാൻ അഭയം തന്നിട്ടുണ്ട്, നിങ്ങളെ ഒരാളും തൊടൂല, നിങ്ങൾ പരിപൂർണമായും സുരക്ഷിതനാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതായ ഇലാഹാണ് പടച്ചോൻ വരാൻ അല്ലാഹു, അവനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഇതവന് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവനെ നിർഭയമാകുന്ന എന്നിട്ട് അവനെ നിർഭയമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയെത്തിക്കണം. അവനെ വീടിന്റെ ഉള്ളിലിട്ടിട്ട് വാതു പറഞ്ഞു കൊടുത്ത് മുസ്ലിമാക്കാരല്ല പറഞ്ഞേ. അവൻ നമ്മുടെ അടുത്ത് അഭയം തേടി ജീവിക്കുന്ന സമയത്ത് അവനക്ക് അള്ളാന്റെ കലാമ് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ ഉദ്ദേശിച്ച അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്, അവനെ നിർഭയമായ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി ആക്കണം. ഒരിക്കലും അവനെ നീ ഉപദ്രവിക്കരുത്, അവനോട് നീ ഇസ്ലാം ആകാൻ വേണ്ടി നിർബന്ധിക്കരുത്. കാരണം എന്താ? ഇന്നഹും ലാ യഅലമൂൻ, വിവരമില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ യുക്തിവാദി നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ നമ്മൾ സംരക്ഷിക്കുന്ന മക്കൾ തന്നെ ഇന്ന് പലരും നിരീശ്വരവാദികളായി മാറിക്കൊണ്ടിരിക്കുക, യുക്തിവാദികളായി മാറിക്കൊണ്ടിരിക്കുക. കണ്ട, നേരിട്ട് ഖുർആൻ പറഞ്ഞുകൊണ്ടോ അഭയം തേടി വരുന്ന മുശ്രിക്കിനെ കൊല്ലല്ലേന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആയത്ത് പോയില്ലേ എന്ന് മാത്രമല്ല, അവനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളത് അവന് ഒരു നിലയ്ക്കും വിഷമിപ്പിക്കരുത്. കാരണം അവനത് പറഞ്ഞിട്ട് മുസ്ലിം ആകുന്നില്ലെങ്കിൽ എന്തേ? അവന് വിവരമില്ല. ഖുർആൻ പറഞ്ഞതാണ് ഇന്നഹു ഖൗമുൻ ലാ യഅലമൂൻ, അവർക്ക് വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് നീ അവരെ സംബന്ധിച്ച് വേറെ ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. മുശ്രിക്കിനെ കൈകാര്യം ശൈലിയെ പറഞ്ഞേ. അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്ങി നിറയുന്നത് ആരെയാണ്? മുസ്ലിം സമുദായമാണ്. തടങ്കൽ പാളയങ്ങളിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ്? മുസ്ലിം സമുദായത്തിനെയാണ്. പൗരത്വ രേഖയുടെ പേരിൽ പീഡിപ്പിക്കുന്നത് ആരെയാണ്? മുസ്ലിം സമുദായത്തിനെയാണ്. മനുഷ്യനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുന്നതിൽ കൊല്ലപ്പെടുന്നവർ ആരാണ്? മുസ്ലിം. പൊന്നുമോനെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ വീട്ടിലേക്ക് വന്ന് എരച്ചു കയറുന്നു.
ഉമ്മ കയറി എതിർക്കുന്നു, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ, ആ ഉമ്മാനെ അങ്ങ് വെടിവെച്ചു വന്നു. ലണ്ടനിലല്ല, പാകിസ്ഥാനിലും അല്ല, ഇവിടെ എല്ലാ മുസ്ലിം സമൂഹമാണ് അല്ലേ? എല്ലാ ഭാഗത്തും നീ പരീക്ഷിക്കപ്പെട്ടു. ഇതിന്റെ പേരാണ് പരീക്ഷണം. എല്ലാ രംഗത്തും സമുദായം പരീക്ഷിക്കപ്പെടുകയാണ്. ഇവിടെയൊക്കെ എന്താ പരിഹാരം? ഇവിടെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഭ്രാന്ത് വിളിച്ചു പറഞ്ഞതുപോലെ വാളെടുക്കാനല്ല. ഒരു മുസ്ലിം പണ്ഡിത വേഷധാരി പോലും ലോകത്ത് പറയില്ല നിങ്ങൾ വാളെടുക്ക്, നിങ്ങൾ കടാരെടുക്കുക, നിങ്ങൾ ബോംബുണ്ടാക്ക്, നിങ്ങൾ ഹൈഡ്രജൻ ബോംബ് എടുക്കുക, AK-47 എടുക്ക്, ഒരിക്കലും പറയില്ല. പിന്നെ എന്താ പരിഹാരം? ദേ പറഞ്ഞു തരുവാ പരിഹാരം. ചെറിയ വാക്കുകളെ കൊണ്ടങ്ങ് പറഞ്ഞു തീർക്കാം. സമുദായം കടുത്ത പരീക്ഷ നിമിത്തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒരവസ്ഥ നമ്മൾ നേരിട്ട് കാണുകയാ. വിശന്ന് വലഞ്ഞ കുറെ ആളുകൾ, അവർ പല അഭിപ്രായക്കാരാ, പല ആദർശക്കാരാ, പല ആശയക്കാരാണ്. വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തിനകത്ത് നിറയെ പാത്രത്തിലേക്ക് ഭക്ഷണം കിട്ടി. ഈ ഭക്ഷണപാത്രം അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. നബിത്തങ്ങൾ ഉദാഹരണം പറയാ. ആ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ചുറ്റുമിരിക്കുന്നവർ പല അഭിപ്രായക്കാരാ. ഒരാൾ പറയും 3 ദൈവമാണ് ഉള്ളത്, വേറൊരാൾ പറയും 30 കോടി ദൈവമാണ് ഉള്ളത്, വേറൊരാൾ പറയും അല്ല ആ ദൈവങ്ങളൊന്നുമല്ല, ഈ ദൈവ ശരി. ഇങ്ങനെ പല ദൈവങ്ങളെ പറ്റി പറയുന്നവരതിനകത്തുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന്റെ പേര് തല്ലുപിടിക്കുന്നവർ ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാവർക്കും വിശപ്പാണ്. ഈ വിശക്കുന്നവർക്ക് ഈ ദൈവത്തിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും അല്ല അപ്പം അജണ്ട. പിന്നെ വിശപ്പിന്റെ പരിഹാരം കാണുക. വിശന്നവരുടെ പരിഹാരമാർഗം എന്താ? തിന്നാ കുടിക്കുക. അതാണ്. ഇങ്ങനെ ചുറ്റും വിശന്നിരിക്കുന്ന ആളുകള് ഈ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്ന അവസ്ഥയിലേക്ക്, ആ ഭക്ഷണത്തിന്റെ സ്ഥാനത്തേക്ക് സമുദായം എത്തുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും നിങ്ങൾക്കെതിരാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നങ്ങനെയാണോ? 2 രാഷ്ട്ര തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ അവരാദ്യം വെക്കണ കരാർ എന്താണെന്നറിയോ? തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം. ഏതായി തീവ്രവാദം? എന്താണ് ഈ തീവ്രവാദം? ഇവിടെ കുരിശുമാല ഇട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവൂല. ചന്ദനക്കുറി തൊട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവൂല. കുടുമി വെച്ചവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവൂല. കൃഫാൻ വെച്ചവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാകൂല. താടിയും നിസ്കാരത്തയമ്പുമുള്ളവൻ തീവ്രവാദിയാണ്. നമസ്കാരത്തയമ്പും ഫർദായും ഹിജാബും ഉള്ളവൾ തീവ്രവാദിനിയാണ്. ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ ചിത്രം അല്ലേ? അപ്പൊ തീവ്രവാദം അമർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പോരാടാം. അതാണ് അതിന്റെ നേർക്ക് നേരമായന. 2 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ ആദ്യം വെക്കുന്ന കരാർ ഇതാണ്: തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം. ഇങ്ങനെ ആഗോളതലത്തിൽ എല്ലാവരും നിങ്ങൾക്ക് എതിരാകുന്ന ഒരു കാലഘട്ടം, എല്ലാവരും ഒരുമിച്ച് ഒരു ഭാഗത്ത്, നിങ്ങൾ മാത്രം മറുഭാഗത്ത്. അങ്ങനെയുള്ളൊരു അവസ്ഥയല്ലേ? ജൂത, നസാറ, മജൂസികൾ, സിഖുകാർ എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യവിഭാഗങ്ങളും മതവിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിനെതിരായി. ചിലർ പറയും അത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടാണ്. കാക്കാമാരെ, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടല്ലേ ബാക്കി എല്ലാവരും നിങ്ങൾക്കെതിരായത്? അല്ലടോ, പിന്നെ ഇവരുടെ കയ്യിലാണ് നീതി, മുസ്ലിമിന്റെ കയ്യിലാണ് സത്യം, മുസ്ലിമിന്റെ ഭാഗത്താണ് ധർമ്മം, മുസ്ലിമിന്റെ ഭാഗത്താണ് യുക്തി, മുസ്ലിമിന്റെ ഭാഗത്താണ് ബുദ്ധി. ഇതെല്ലാം മുസ്ലിമിന്റെ ഭാഗത്താകുമ്പോൾ മറുഭാഗത്ത് ഇതിന്റെ എല്ലാം നേരെ എതിരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവും. ഇത് ഇന്നുള്ളതല്ലടോ. ഈ മുസ്ലിം സമുദായം ലോകത്ത് ന്യൂനപക്ഷമായി ഒറ്റപ്പെടുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയതൊന്നും അല്ല. ഇന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മാത്രം. ഇത് മുമ്പേ ഉള്ളതാ. അതാ ഖുർആനിന്റെ പരാമർശം. ഇത് അൻതും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർളി തഖാഫൂന യതഖത്തഫകുമുൻ നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിനത് ത്വയ്യിബാതി ലഅല്ലകും തഷ്കുറൂൻ.
മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് മുസ്ലിം സമുദായം എന്നും ന്യൂനപക്ഷമാണ്. സത്യം പറയുന്നവർ ന്യൂനപക്ഷമാ, അസത്യം പറയുന്നവർ ഭൂരിപക്ഷമാ. നീതി നടപ്പിലാക്കുന്നവർ ന്യൂനപക്ഷമാ, അനീതി നടപ്പിലാക്കുന്നവർ ഭൂരിപക്ഷമാ. സമാധാനം ആഗ്രഹിക്കുന്നവർ ന്യൂനപക്ഷമാ, സംഘർഷം ആഗ്രഹിക്കുന്നവർ ഭൂരിപക്ഷമാ. സ്വർഗത്തിന്റെ അവകാശികൾ ന്യൂനപക്ഷമാ, നരകത്തിന്റെ അവകാശികൾ ഭൂരിപക്ഷമാ. ഖുർആൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടല്ല. ഇന്ന് ലോകത്ത് മുസ്ലിം സമുദായം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗം മുഴുവൻ അസത്യത്തിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാൻ. ആകാശത്തിന്റെ താഴെ പലിശ എന്ന് പറയുന്ന സമ്പ്രദായം, പലിശ ലോകത്ത് സമാധാനം തരുവോ? പലിശ ലോകത്ത് നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരേ ഒരു സംസ്കാരം പരിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. ഹറമല്ലാഹു റിബ അഹല്ലല്ലാഹുൽ ബൈഅ. പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം അല്ലാഹു ഹലാലാക്കിയിരിക്കുന്നു. ആകാശത്തിന്റെ താഴെ പലിശ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? പലിശ കൊണ്ടിട്ട് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു നാടല്ല, രാജ്യം തന്നെ പലിശ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുക. ഇന്നും നമ്മുടെ രാജ്യമല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തുള്ള ശ്രീലങ്കയ്ക്ക് തന്നെ സംഭവിച്ചത് എന്താ? കടമെടുക്കുകയാണ്. കടമെടുക്കും, ഇത് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ പലിശയോടുകൂടി അടക്കണ്ടേ. അടക്കാൻ നിവൃത്തിയില്ലാണ്ടാവുമ്പോ തകരും. അതാണ് സാമ്പത്തിക തകർച്ച. ഇന്നും അമേരിക്ക നിലനിൽക്കുന്ന പലിശ കൊണ്ടാ. അറബികളുടെ പണം അവൻ വാങ്ങിച്ചവിടെ. അമേരിക്കയുടെ നല്ലൊരു ശതമാനം ആളുകളെയും ഇന്ന് ഭക്ഷിപ്പിക്കുന്നത് മുസ്ലിങ്ങളാ. സൗദി കൊണ്ടുവന്ന് എത്ര വട്ടാളക്കാരെ ഇട്ടിരിക്കുന്നത് തീറ്റ കൊടുക്കണമെന്നും പറഞ്ഞ്. അതുങ്ങൾ പാവങ്ങളായതുകൊണ്ട് അത് പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കാണ്, ആകാശത്തിന്റെ താഴെ പലിശയെ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? എന്നാ മുസ്ലിയാരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു പെരയുണ്ടാക്കണം. ആധാരം കൊണ്ടൊന്ന് ബാങ്കിൽ വെച്ചിട്ട് ആ പൈസ എടുത്ത് വീടുണ്ടാക്കലല്ലാതെ വീടുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയോ? മാമി മുസ്ലിമൻ മുസ്ലിമൻ കറുമൻ. ഒരു മുസ്ലിമിന് മറത്തൈനി, ഒരു മുസ്ലിമിന് 2 പ്രാവശ്യം വായ്പ കൊടുത്താൽ ഇല്ലാമാക്കാന സദഖത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 പ്രാവശ്യം സദഖ ചെയ്തതിൽ മറത്തൻ, ഒരു പ്രാവശ്യത്തെ സദഖയായി അല്ലാഹു തആല കബൂലാക്കുമെന്ന് നബീന റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ 100 രൂപ ഒരാൾക്ക് സഹായം കൊടുത്താൽ 50 രൂപ സദഖ ചെയ്ത സ്ഥാനത്താണെന്ന് നബീന റസൂലുള്ളാഹി. സാമ്പത്തികത്തിന് പരിഹാരമായോ? പണം ഉള്ളവനോട് വച്ചോണ്ടിരിക്കാനല്ല ഇസ്ലാം പറയണത്. കടം നിമിത്തങ്ങൾ പറയാ. ഇസ്രായിന്റെ രാത്രിയിൽ, മിറാജിന്റെ രാത്രിയിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, സദഖ ചെയ്യുന്നതായ ആളുകൾക്ക് 10 പ്രതിഫലം, കടം കൊടുക്കുന്ന ആളുകൾക്ക് 18 പ്രതിഫലം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, മലക്കേ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പിന്നെ സദഖ ചോദിക്കുന്നവൻ അവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. കടം വാങ്ങിക്കുന്നവൻ അവന്റെ ആവശ്യത്തിനേ വാങ്ങുകയുള്ളൂ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം. കടം ചോദിക്കുന്ന ആൾ ഇന്ന് ഒരാളുടെ അടുത്ത് കടം മേടിച്ചു, നാളെ വേറെ അടുത്ത് കടം മേടിക്കും, അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? കടം മേടിക്കണവൻ അവന്റെ ആവശ്യത്തിന് മേടിക്കുന്നു, പിന്നെ ഇല്ല. ചോദിക്കണവൻ അങ്ങനെയല്ല, അവന്റെ അടുത്ത് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. യാചന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാ. നാളെ മഹ്ശറയിൽ ഏറ്റവും നിന്ദ്യമായി യാചകനാ വരുന്നെന്ന് നബീന റസൂലുള്ളാഹി. മുഖത്ത് ഒരു തുള്ളി മാംസമില്ലാതെ. തങ്ങളുടെ വിശദീകരണം അങ്ങനെയാ. അതുകൊണ്ട് കൈ നീട്ടണ പരിപാടി ഉമർ റളിയല്ലാഹു തആല വേണ്ടിയില്ലേ ഓടിച്ചില്ലേ? പള്ളിയുടെ വാതിൽക്ക് ഒരാൾ വന്നിരിക്കുന്നു, നിവൃത്തിയില്ല. ഒരാളോട് വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊണ്ടുപോയി എന്തിനു ഭക്ഷണം കൊടുക്കും. 2ാമത്തെ ദിവസം ആ പടപ്പ് അതേ സ്ഥലത്ത്, നിവൃത്തിയില്ല, വിശക്കുന്നുണ്ട്, കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. 3ാമത്തെ ദിവസം കണ്ടപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇവന്റെ ഈ ബാഗ് കൊണ്ട് മേടിച്ചു. ഈ പൊതിയും കൊണ്ട് മേടിച്ചിട്ട് അഴിച്ചു നോക്കിയപ്പോ അതിനകത്ത് നിറച്ച് ഗോതമ്പ്, റൊട്ടി, മൈദ, മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളും നാണയത്തുട്ടുകളും നേരെ കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചീറിയിട്ട് കൊടുത്തു. അവനെ അടിച്ചോടിച്ചു. അതാ ഉമർ റളിയല്ലാഹു അൻഹു. യാചന തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല.
അപ്പൊ യാചിക്കുന്നവൻ ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും, അവന്റെ ശൈലി അതാണ്. കടം മേടിക്കുന്നവൻ അങ്ങനെയല്ല. അപ്പൊ 100 രൂപ ഒരാൾക്ക് നിങ്ങൾ കടം കൊടുത്താൽ 50 രൂപ സദക്ക ചെയ്ത പ്രതിഫലമാണെന്ന് പറയുമ്പോൾ പലിശനെ നിരുത്സാഹപ്പെടുത്തിയില്ലേ? ഇനി എങ്ങനെ കടം കൊടുക്കും മുസ്ലിയാരെ തിരിച്ചു തന്നില്ലെങ്കിലോ? അതിന്റെ പേരാണ് അമാനത്ത്, പണയം കൊടുക്കുക. ഇസ്ലാം അനുവദിച്ചതല്ലേ? ഒരു വാച്ച് ഞാൻ ഊരി അങ്ങോട്ട് തരികയാണ്, ഹബീബ് ഒരു 100 രൂപ തന്നെ, ഇൻഷാ അല്ലാഹ് ഈ 31-ാം തീയതി ഞാൻ തിരിച്ചു തരാം. 31-ാം തീയതി ആ രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാച്ച് വിറ്റിട്ട് എന്റെ പൈസ തന്നിട്ട് ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എടുത്തിട്ട് ബാക്കി എന്തുണ്ട് അതെനിക്ക് തന്നേരെ, പൊരുത്തക്കുറവില്ല. ഇതാണ് പണയം. ആ വാങ്ങുന്ന വാച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് നിയമം. ഇതിന്റെ യഥാർത്ഥത്തിൽ പണയത്തിന്റെ പേരിൽ നടക്കുന്നത് കൊള്ളപ്പലിശയാണ്. ഇന്ന് പലിശ രാജാക്കന്മാര് പൊങ്ങിയത് എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ പലിശ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ പലിശ എതിർക്കുന്നവർ നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടില്ലേ? മറ്റവരെല്ലാം ഒറ്റക്കെട്ട്, നിങ്ങൾ മാത്രം ന്യൂനപക്ഷം മാറി. നിങ്ങൾ ഒറ്റപ്പെട്ടതിന്റെ ഒരു പോയിന്റ് മനസ്സിലായോ? നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗം അനീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു. അത് ഏത് വിശ്വാസമാകട്ടെ, ലോകത്തുള്ള ഏത് മതവിശ്വാസവും ആകട്ടെ, എല്ലാം പലിശയ്ക്ക് അനുകൂല, നിങ്ങൾ മാത്രം പലിശയ്ക്കെതിരാ. പണയം കൊടുക്കാം, സ്വർണ്ണാഭരണം മേടിച്ചു വയ്ക്കാം, ഭൂമിയുടെ ആധാരം മേടിച്ചു വയ്ക്കാം, ടൈം വെക്കണം, ഇന്ന സമയത്തിന്റെ ഉള്ളിൽ എന്റെ പണം തന്ന് നീ തിരിച്ചെടുക്കണം, തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ഈ സ്വർണ്ണാഭരണം വിൽക്കും, അതെ അതിന് ഞാൻ സമ്മതമാണ്, എഴുതണം. സ്വർണ്ണാഭരണം നിങ്ങൾ കൊണ്ടുപോയി വിൽക്കണം, നിങ്ങളുടെ പണം എടുക്കണം, ബാക്കി പൈസ കൊടുക്കണം. ആ സ്വർണ്ണാഭരണം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. വീട് പണയം തന്നാൽ ആ വീട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് വിഷയം. അപ്പൊ അത് പലിശയായിട്ട് മാറും. ഇന്ന് യഥാർത്ഥത്തിൽ പണയവും ഹറാമായ. അപ്പൊ പണയം കൊടുത്തോണ്ടിട്ട് കടം കൊടുക്കാം. കടം കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിനെ സമൂഹത്തിന്റെ ഇടയിൽ ഇല്ലാതെയാക്കി കളയാൻ. ഇതല്ല ഈ ലോകത്തുള്ള 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സാഹോദര്യവും സമത്വവും വിഭാവന ചെയ്യുന്നത് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവിടെ വേറെ ഏത് മതക്കാരൻ കാശുണ്ടാക്കിയാലും അവന്റെ പോക്കറ്റിലിരിക്കും. നീ കാശുണ്ടാക്കിയാൽ നിന്റെ പോക്കറ്റിൽ വെക്കാൻ പാടില്ല. 100 രൂപയ്ക്ക് 2.5 രൂപ ഇങ്ങോട്ട് മാറ്റിക്കൊള്ളും, ബാക്കി 97 രൂപ എടുക്കാം. ആ 2.5 രൂപ സാധുവിന്റെ അവകാശമാണ്. അത് ഔദാര്യമായിട്ട് കൊടുക്കണമല്ല, അവന്റെ അവകാശമാണ്. ഇങ്ങനെ പറയുന്ന ഒരു മതം എവിടെയുണ്ട്? അപ്പൊ സാമ്പത്തിക വിഷയത്തിൽ നീ ഒറ്റപ്പെട്ടു, മറ്റവരെല്ലാം മറുഭാഗത്തായി. നീ ഒറ്റപ്പെട്ടതിന്റെ ഉദാഹരണം പറയണേ. ആകാശത്തിന്റെ താഴെ വ്യഭിചാരത്തിനെ എതിർക്കുന്ന ഒരേ ഒരു സംസ്കാരം നിന്റേതല്ലാതെ വേറെ ലോകത്തൊന്നുമില്ല. വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. പുരുഷന്മാരെ, സ്ത്രീകളെ, നിങ്ങൾ പരസ്പരം അന്യവരാണെങ്കിൽ തമ്മിൽ നോക്കാൻ പോലും പാടില്ല. അന്നദറു സഹമും മിൻ സിഹാമി ഇബ്ലീസ് അന്നദറതു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ചുമ്മാ 2-3 പറയുന്നുള്ളൂ. നിന്റെ കയ്യിലിരിപ്പോണ്ടാടാ മുസ്ലിമെ നിന്നെ ഒറ്റപ്പെടുത്തേക്കണേ. ബാക്കി എല്ലാവരും നല്ലതാന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ നല്ലതല്ലടാ, നീ കൊള്ളരുതായ്മയിലാ നിൽക്കുന്നത്. മുസ്ലിം എല്ലാം നല്ലതിലാ നിൽക്കുന്നത്. നല്ലതിനെ എതിർത്തുകൊണ്ടിട്ടാണടാ നീ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്തേക്കണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് എന്താ ഈ സോഷ്യൽ മീഡിയ എന്നെ വലിയ പ്രശ്നമാണ്. നേരത്തെ ഇവിടെ കത്തീഫ്സ പറഞ്ഞില്ലേ, എനിക്കിത് ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. ഈ പടുപ്പുകൾ ഇങ്ങനെ പിടിച്ചോണ്ടു പോകും. അവസാനമാണ് ഞാനിത് അറിയണത്, ഇതിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം അറിഞ്ഞില്ല അത് പിടിച്ചോണ്ട് പോകണമെന്നു. പിന്നെ പറയുകയാണ് ഉസ്താദിൻ്റെ പ്രസംഗം അവിടെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ എന്ന്. പിന്നെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ആദ്യമൊക്കെ കമ്മിറ്റിക്കാരെ വിളിച്ച് പറയുമായിരുന്നു വഴുത് ബുക്ക് ചെയ്യുമ്പോൾ, എൻ്റെ പടം വെക്കണ്ട കേട്ടോ, എൻ്റെ പടം വെച്ചിട്ടുള്ള മനുഷ്യന്മാരെ കൂടെ അടുപ്പിക്കാണ്ടിരിക്കാം. കാരണം മൊയിലാരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ല ആൾക്കാർ വന്ന്. അപ്പോൾ ഈ വയസ്സണി നരച്ചു വരച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ പടമൊന്നും നിങ്ങൾ വെക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമപ്രകാരമുള്ള വശം വെച്ചാൽ ഞാൻ വെക്കണ്ട എന്ന് പറയണേ. ഇപ്പോൾ ഒരു രക്ഷയില്ല. കാരണം നമ്മളാരും ഫോട്ടോ എടുക്കണ്ട, ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുകയാണ്. ചില മൈക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്, ചില മൈക്കിന് ഉമ്മം വെച്ചുകൊണ്ടിരിക്കുന്നു, ചില വാ വിളിച്ചിരിക്കുന്നു, ചില ചെല്ലുമ്പോൾ കയ്യും കാലും പൊക്കി പിടിച്ചോളൂ. പല കോലാപ്പം. ഇത് ആരെ കൊണ്ട് പറ്റും ഇതൊക്കെ നിയന്ത്രിക്കാൻ? വെക്കണവർ വെക്കട്ടെ, അതിൻ്റെ ശിക്ഷ അവർ വെക്കട്ടെ. അങ്ങനെ എടുക്കുന്നതിൻ്റെയും വെക്കുന്നതിൻ്റെയും ഈ വെക്കപ്പെടുന്ന ആളുടെ പൊരുത്തം ഇല്ലെങ്കിലാണ് നമ്മൾ രക്ഷപ്പെടുക. ഞാൻ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ വെക്കാൻ, അപ്പം ഞാൻ രക്ഷപ്പെടൂല, ഞാൻ കഷ്ടപ്പെടും.
എനിക്ക് അതിനകത്ത് ശിക്ഷയുണ്ട്. എനിക്കതുമായിട്ടൊരു ബന്ധമില്ല, എനിക്ക് അതിനകത്ത് പൊരുത്തമില്ല. നമുക്കൊരു കുഴപ്പമില്ല, എതിലെങ്കിലും വച്ചോട്ടെ, എടുക്കോ കൊണ്ടുപോവോ വയ്ക്കോ എന്തും ചെയ്തോട്ടെ. ഞാനിപ്പം വലിയ ബഹാന എന്നുള്ള ശൈലിയിലല്ല ഈ പറഞ്ഞത്. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ സൂക്ഷിക്കാൻ സഹോദരന്മാരെ സഹോദരിമാരെ അത്രേ ഉള്ളൂ. അല്ലെ ഞാൻ നിങ്ങളെക്കാളും മോശപ്പെട്ട ആളാ, നല്ല ആളാന്നല്ല ഈ പറയണത്. നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം സൂക്ഷിക്കുക. വത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ആകാശത്തിന്റെ താഴെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണരുത് എന്ന് പറഞ്ഞാൽ കാണൽ കൊണ്ടിട്ടാണ് പ്രശ്നമെന്ന്. തമ്മിൽ കാണുമ്പോൾ കണ്ണുടക്കി ആണ് അങ്ങോട്ട് നോക്കുന്നതിനേക്കാൾ ഗൗരവം പെണ്ണ് ഇങ്ങോട്ട് നോക്കല്. തങ്ങളുടെ ഭാഷ ഉണ്ടോ? അന്നദറത്തു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ആണിന്റെ നോട്ടത്തിന് വലിയ ഗൗരവം കൊടുത്തില്ല. ആണിന്റെ നോട്ടം നബി തങ്ങൾ പറഞ്ഞു അന്നദറു സഹമും മിൻ ഇബ്ലീസ്. ആണിന്റെ നോട്ടം ശൈത്താനിന്റെ അമ്പ്. പെണ്ണിന്റെ നോട്ടം സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. കണ്ടോ? രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. പെണ്ണിന്റെ നോട്ടം വിഷം നിറച്ച അമ്പ്, ആണിന്റെ നോട്ടം അമ്പ് അതിനകത്ത് വിഷമില്ല എന്ന് പറഞ്ഞാൽ ആണിന്റെ നോട്ടത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ നടക്കും. അത് അവിടെ നവീസ, അവിടെ പാത്തുമ്മ, അവിടെ ഷരീഫ, അവിടെ കയ്യാമ, അവിടെ പാത്തുമ്മ, അതിനൊക്കെ അതിനെ കെട്ടാനല്ല. ഇങ്ങനെ മുമ്പ് നോക്കില്ല തന്നെ. അതിലൊരു കാര്യമില്ല. ചുമ്മാ ഈ ചില്ലപ്പട്ടി കുറച്ചുകൊണ്ട് നടക്കണമായിരിക്കും. കഴുത്തിൽ വെറ്റില്ലാത്ത പട്ടിയിലേക്ക് കുറച്ചുകൊണ്ട് നടന്ന ആൾക്കാർ ചെന്ന് നോക്കുക, എൻ്റെ ഉള്ളിൽ പട്ടി കുറയ്ക്കണില്ല, അതിൻ്റെ പണിയത് ആ കുറച്ചിങ്ങനെ അവിടെ പോകും. ആ സ്ഥാനത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ പെണ്ണ് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയാലോ കുടുങ്ങി. അതാണ് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയപ്പോ ഇവന്റെ ഉള്ളിൽ വിഷം കയറി. അതാ സഹമും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. പെണ്ണ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോ സംഗതി മാറി. അപ്പൊ തന്നെ ഇവൻ സമയം നോക്കും. ഓ 10:10 നാളെ 10 മണിക്ക് ഇവിടെ വന്ന കശീനെ കാണാം. ഉണ്ടാ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി. കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. മഹാനായ തഴവ ഉസ്താദിന്റെ പിന്നാലെ സിറാത്ത് കിടക്കാൻ ഈ മഴയത്തി രാത്രിയിൽ അല്ലാഹ് ഈ മജ്ലിസ് സമ്മേളിച്ച ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഭാഗ്യം തരണ റഹ്മാനെ. ഈ കേരളത്തിൽ ഒറ്റ വഴുതനില്ല ഈ തഴവ ഉസ്താദിന്റെ 2 വരിയെങ്കിലും പാടാത്തൊരു വഴുതൻ. എനിക്ക് തോന്നുന്നുള്ള ഉണ്ടാവും. വല്ല അർത്ഥം പറഞ്ഞാലോ ഒരു അർത്ഥം വേണ്ട, കേട്ടാ അപ്പം തന്നെ മനസ്സിലാവും. പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാവണ്ടി. കുണ്ടാവണ്ടി ആയില്ലേ? കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണ് 2 നാളെ 10 മണിക്ക് വരാം. ഉണ്ടാ നേർച്ചയാക്കി. കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. കാന്തത്തിന്റെ അടുത്തേക്ക് ഇരുമ്പ് വെച്ചാലും ഇരുമ്പിന് കാന്തം വെച്ചാലും ഓക്കെയാ, 2 മുട്ടും. ഇത് വ്യഭിചാരത്തിന്റെ തുടക്കമാണ്. അതാ നബിത്തങ്ങൾ പറയണേ, നോക്കല്ലേ. നോക്കിയപ്പോ കണ്ണു കുടുങ്ങി. പിറ്റേ ദിവസം വന്നു, പരസ്പരം ഒന്ന് മിണ്ടി. അടുത്ത ദിവസം കണ്ടു, മിണ്ടി, ഒന്ന് തൊട്ടു. ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. ഇവിടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പെൺകുട്ടികളുള്ള ഉമ്മായി ഉപ്പായി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മക്കളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോ ചുമ്മാ അങ്ങ് വിടല്ലേ. ഇടയ്ക്ക് നിങ്ങൾ ഒരു വേഷം മാറിയിട്ട് അല്ലെങ്കിൽ വല്ല കോട്ടൊക്കെ ഇട്ട് മോള് ബസ് കാത്തു നിൽക്കുന്ന ആ സ്റ്റോപ്പിൽ കൂടെ ചുമ്മാ ഒന്ന് പോണം. ഏത് കലാലയത്തിന്റെയും ഫ്രണ്ടിൽ ചെന്ന് നോക്കിക്കോ, തട്ടനിട്ട പെൺകുട്ടിയുടെ അടുത്ത് ആൺകുട്ടി ഉണ്ടാവും. ഒരു ഹിന്ദു കുട്ടിയെ നോക്കിക്കോ, ക്രിസ്ത്യാനി കുട്ടിയെ നോക്കിക്കോ, അവൾ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും മാന്യമായി നിൽക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ ഇന്ന് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ, ഈ ലോകത്തിങ്ങനെ പരസ്പരം കാണല്ലേ എന്ന് അനുശാസിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരു മതം വേറെ ഉണ്ടെങ്കിൽ പറ. അപ്പൊ നിങ്ങളൊരു ഭാഗത്തായോ? അതുകൊണ്ടാണ് പെൺകുട്ടികളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖുർആൻ പറയാൻ, യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുറഫന വലാ യൗദൈൻ. നബിയെ തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, മുസ്ലിം വനിതകളോട് അവരുടെ ജിൽബാബ് അത് മാറിലേക്ക് ഇറക്കിയിടാൻ പറ. അതവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഖുർആൻ. ഇതിന്റെ പേരാണ് ഈ ഹിജാബ്. ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ലേ? ഹിജാബ് ഇടുമ്പോ ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്ന തുണി കഷ്ണത്തിനാ ഇത് പറയാം. ഇത് ഇത്രയും പോരാന്ന്. പിന്നെ ഖുർആൻ പറയുന്നു അതിങ്ങനെ താഴത്തേക്ക് ഇറക്കിയിടണം. നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഒരു 10-35 കൊല്ലം മുമ്പ്, ഇവിടെ ഇരിക്കുന്ന നരച്ചവരോട് ഞാൻ ചോദിക്കാം, ഒരു 10-35 കൊല്ലം മുമ്പ് ഒരു ഹിന്ദു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 2ആം മുണ്ടുണ്ടാവും. ആ മുണ്ട് ദേ ഇങ്ങനെ അങ്ങ് ഇടും അവള്. ദേ ഇങ്ങനെ
ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തും, കണ്ടത്. ഇതാണ് ഈ ഹിജാബ് എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ഇവിടെ മറക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. പുരുഷന് ആകർഷകത്വം തോന്നാൻ സാധ്യതയുള്ള സ്ഥലമാണത്. അത് അന്യ പുരുഷന് ദർശനം കിട്ടാതെ മറക്കണേ, അതാണ് ഹിജാബ്. ഇന്നിപ്പോ അതല്ല ഏറ്റവും വലിയ പ്രശ്നം. 6 കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടി പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നപ്പോൾ ഹിജാബ് മാറ്റണമെന്നൊറ്റ ഡിമാൻഡ് മാത്രം. പരീക്ഷാ ഹാളിലേക്ക് സൂപ്പർവൈസറോട് തന്ന മുസ്ലിം വനിതയാകുന്ന ടീച്ചറോട്, സൂപ്പർവൈസറോട് ഹിജാബ് മാറ്റിയാൽ മാത്രമേ പരീക്ഷ നടത്താൻ അനുവദിക്കൂ എന്നുള്ള നിയമം. അവര് പറ്റില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയും പറഞ്ഞു പറ്റില്ല എന്ന്. അവളെ പരീക്ഷ എഴുതിച്ചില്ല, സൂപ്പർവൈസറെ ജോലിയിൽ നിന്ന് പിരിച്ചും വിട്ടു. ഇതൊക്കെ ഉണ്ടായതാ ഇന്ത്യ രാജ്യത്ത്. എന്ത്യ ബഹുമാനികളെ, ഈ ഹിജാബിനോട് എന്താ ഇത്ര വൈരാഗ്യം വന്നേ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആക്രമിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, വിഷമിപ്പിക്കുന്നതല്ല. പരീക്ഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളെപ്പോ ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ? എന്താ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്? ഇന്നത്തെ വാർത്ത എന്താ? ഇനി നാളെ പത്രത്തിൽ വരാൻ പോണ വാർത്ത എന്താ? എത്രയോ വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളാ പുറത്തേക്ക് വരുന്നത് ബഹുമാനികളെ. ഉള്ള പള്ളികളെല്ലാം ആക്രമിക്കുന്ന അവസ്ഥ. കുത്തുബ് മിനാറിനെ വേറെ പേരാക്കാൻ പോവുകയാണ്, താജ്മഹലിന് വേറെ പേരാക്കാൻ പോവുകയാണ്, ചെങ്കോട്ടയ്ക്ക് വേറെ പേരാക്കാൻ പോവുകയാണ്, അക്ബർ റോഡിന് വേറെ പേരാക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇന്നലെ മുതൽ മറ്റൊരു കാശിയിലെ ഒരു പള്ളിക്ക് വേറെ പേരാക്കാൻ പോവുകയാണ്. ബാബരി മസ്ജിദിന്റെ പേര് വേറെ. എടുത്തോ, നിങ്ങൾക്കൊന്നും ഇത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ്. കോടിക്കണക്കിന് വിദേശ നാണ്യം ഇന്ത്യ രാജ്യത്തിന് നേടിത്തരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല ഈ പറയുന്നതൊക്കെ അല്ലേ? ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകളല്ലാതെ പിന്നെ എന്താ? ഇതെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ എന്തോ ഉദ്ദേശിച്ചിരിക്കുക. ഇവരെയും ഇവരുടെ ചിഹ്നങ്ങളെയും ഈ ലോകത്തൊന്നും തേച്ചുമാച്ച് കളയാ, എന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി താമസിക്കുക. ലോകത്തത് സാധിക്കില്ല. ലോകം വലിയ അരാജകത്വത്തിലേക്കും വലിയ അസ്വസ്ഥതയിലേക്കുമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനൈക്യം ഒരിക്കലും സന്തോഷത്തിന്റെ ലക്ഷ്യമല്ല. സംഘർഷം ഒരിക്കലും സന്തോഷത്തിന്റെ ലക്ഷണമല്ല.